സാറിന്റെ സീസണിൽ ഇപ്പോ എല്ലാരും ഒറ്റപ്പെടുത്തിയ പോലെ ഒറ്റപ്പെട്ടതുപോലെ ഈ സീസണിൽ അനീഷ് ഒറ്റപ്പെട്ടതുപോലെ സാറിന് തന്നെ അനീഷിൽ കാണാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഞാൻ അനീഷിന്റെ കുറെ കാര്യങ്ങൾ ഞാൻ എന്നായിട്ട് സിമിലറൈസ് ചെയ്തിരുന്നു ആണ്. പക്ഷെ നമ്മൾ രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളാണ്. ഞാൻ എൻ്റെ കൂടെയുള്ള മത്സരാർത്ഥികൾ എല്ലാവരുമായിട്ട് കമ്പനി കൂടാൻ ശ്രമിച്ച ആളാണ്. അപ്പോൾ അനീഷിന്റെ കുറെ കാര്യങ്ങൾ ഞാനുമായിട്ട് സിമിലറൈസ് ചെയ്ത് പോകുന്നതായിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷെ അനീഷ് ഒരു കാര്യം കൂടെ ചെയ്താൽ മതിയായിരുന്നു. അനീഷ് എല്ലാവരുമായിട്ടും കമ്പനി കൂടി എല്ലാവരുടെ ഇടയിൽ പോയിരിക്കുക, എന്നിട്ട് ഒറ്റയ്ക്ക് നടക്കുക. ശരിയല്ലേ? പക്ഷെ അതിന് പകരം പുള്ളി എന്താ ചെയ്യുന്നത്? പുള്ളി പുറത്ത് ക്യാമറയിലൂടെ കണ്ടാലും അകത്ത് ക്യാമറയുടെ വന്നാലും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ നടക്കുക എന്നുള്ള രീതിയിൽ. പിന്നെ എന്തെങ്കിലും ബഹളം വന്നു കഴിഞ്ഞാൽ ഒരു 100-150 പ്രാവശ്യം അതിൽ കൂട്ടി പോയി ഞാൻ പറയുന്നത് ഒരു 10-20 ഞാൻ ഇന്നലെ ഇരുന്നുകൊണ്ട് പി ആർ ഇല്ല എന്ന് ഞാൻ എണ്ണി ഏകദേശം 16-17 പ്രാവശ്യം ഞാൻ എണ്ണിയിട്ട് പിന്നെ ഞാൻ നിർത്തി. പി ആർ ഇല്ല, ഒരു 1-2 പ്രാവശ്യം പറഞ്ഞാൽ പോരെ. എനിക്ക് പി ആർ ഇല്ല, ചങ്കൂറ്റുണ്ടെങ്കിൽ തെളിയിക്കും. ഞാൻ ബിഗ് ബോസിനോട് ചലഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ. അവിടെ ഒരു ഗ്യാസ് സ്റ്റൗവിൽ വെയിറ്റിന്റെ കുറവ് വന്നപ്പോഴത്തേക്ക് ഞാൻ ബിഗ് ബോസിനോട് ചലഞ്ച് ചെയ്തു. ബിഗ് ബോസ് ഞാൻ ചലഞ്ച് ചെയ്യുന്നു, ഞാൻ വെളുപ്പിനെ എണീച്ചപ്പോൾ ഇത്രയാണ് കണ്ടത്, ഇവരിപ്പോൾ ഇങ്ങനെ പറയുന്നു, എന്നെ കള്ളനാക്കി ഒന്ന് പറയണം. ലാലേട്ടൻ വന്നപ്പോൾ അത് ആ ക്ലിപ്പ് ഇട്ട് കാണിച്ച് ലാലേട്ടൻ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ വാക്കുകൾ വിശ്വാസയോഗ്യമായി. ഞാൻ പറഞ്ഞതെന്ന് മാറി പറയത്തില്ല, ഞാൻ മനസ്സിലാക്കിയിട്ട് പറയുന്നത് എനിക്ക് ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ അതിൽ തന്നെ നിൽക്കും. തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ സോറി പറയാൻ, കാല് പിടിച്ച് മാപ്പ് പറയാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. മനസ്സിലായി? അപ്പം അനീഷ് നല്ല മത്സരാർത്ഥിയാണ്, പഠിച്ച് മനസ്സിലാക്കിയിട്ട് വന്ന ആളാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അനീഷ് എല്ലാവരുമായിട്ടും അങ്ങനെ ഒരു മിംഗ്ലിംഗ് സ്വഭാവം ഒരുപക്ഷെ കുറവായിരിക്കാം. എന്നാലും കുറച്ചുകൂടെ ഒരു നാച്ചുറാലിറ്റി ആയാൽ നല്ലതല്ലേ?